ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ നമ്മളെല്ലാവരും ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണ്. ഷോർട്ട് വീഡിയോസ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസിന് വ്യൂസ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസ് വൈറൽ ആവുകയുള്ളൂ. അപ്പോൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട ശരിയായ രീതിയെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് സൈഡ് സ്ക്രീനിൻ്റെ സഹായത്തോടു കൂടി ഞാൻ പറഞ്ഞു തരാം. ഞാനും ഈ രീതിയാണ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളും ഈ രീതി ഫോളോ ചെയ്ത് നിങ്ങളുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിൻ്റെ വ്യൂസ് കൂടുവാനും നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് വൈറൽ ആവുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പുതിയ നമ്മുടെ ക്രിയേറ്റേഴ്സിന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് താഴെയായിട്ട് നമുക്കൊരു പ്ലസ് ഐക്കൺ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കുറച്ച് ഓപ്ഷൻ അവിടെ കാണാം: വീഡിയോ, ഷോർട്ട്, ലൈവ്, പോസ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ഷോർട്ടാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. സൈഡിലായിട്ട് നമുക്കൊരു ബോക്സ് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഗാലറിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഗാലറിയിൽ നിന്നും നമ്മൾ ഏത് ഷോർട്ടാണോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്, ആ ഷോർട്ട് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ഷോർട്ട് വീഡിയോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഡൺ കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജിലെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ അപ്ലോഡ് ചെയ്ത ഷോർട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ സൈഡിലായിട്ട് ഒരു പെൻസിൽ ഐക്കൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഷോർട്ട് വീഡിയോയ്ക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ഷോർട്ട് വീഡിയോ താഴെ കാണിക്കും. അതിൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഏത് തമ്പനയിലാണോ അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഷോർട്ട് വീഡിയോയിൽ കൊടുക്കാം. ഇങ്ങനെ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനയിൽ കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു തമ്പനയിലായിരിക്കും മറ്റൊരു വ്യൂവറിൻ്റെ ഹോം പേജിൽ നമ്മളുടെ ഷോർട്ട് വീഡിയോ എത്തുമ്പോൾ അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തമ്പനയിലാണെങ്കിൽ മാത്രമേ അവരത് ക്ലിക്ക് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അതുവഴി നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടാനും ഇടയാകും. ഇനി മുകളിൽ കാണുന്ന ടിക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ടൈറ്റിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അവിടെ ടൈറ്റിൽ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള, അതായത് നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ഷോർട്ടിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ടൈറ്റിലിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള 1-2 കീവേഡ് കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ടൈറ്റിലും അതുപോലെ തന്നെ 1-2 കീവേഡും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുള്ളത്. ഇനി താഴോട്ട് വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് താഴെയായിട്ട് വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഫോണിൽ ഇത് പബ്ലിക് ആണ് എങ്കിൽ നിങ്ങളത് അൺലിസ്റ്റഡ് ആക്കിയോ പ്രൈവറ്റ് ആക്കിയോ വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ അൺലിസ്റ്റഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി തൊട്ട് താഴെയായിട്ട് സെലക്ട് ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങളുടെ വീഡിയോ കുട്ടികൾക്ക് മാത്രമല്ല കാണാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കാം. ഇല്ല, നിങ്ങളുടെ വീഡിയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എങ്കിൽ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല എന്നുള്ളത് കൊണ്ട് ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇനി താഴെയായിട്ട് ഷോ മോർ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങളുടെ ടൈറ്റിലിൽ എന്താണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അവിടെ നിന്നും കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ 3-4 കീവേഡ് കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. #കീ ഇട്ടതിന് ശേഷം സ്പേസ് ഇല്ലാതെ വേണം കീവേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്.
അപ്പോൾ അങ്ങനെ ആ കീവേഡിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ചാനലിന്റെ പേരും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ചാനലിന്റെ പേര് ഇവിടെ കീവേഡായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് സെർച്ചിൽ വരുന്നതിന് വളരെയധികം സഹായിക്കും. അതുവഴി നമ്മുടെ ചാനൽ ഒത്തിരി പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. ഇന്ന് പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന ഒത്തിരി പേര് പറയുന്നത് മറ്റൊരാൾ എൻ്റെ ചാനൽ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ ചാനൽ സെർച്ചിൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങളുടെ വീഡിയോയുടെ ടൈറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങളുടെ ചാനലിന്റെ പേര് #കീ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ചാനൽ സെർച്ചിൽ വരുന്നതാണ്. അപ്പോൾ ഇനി താഴെയായിട്ട് നമുക്ക് ലൊക്കേഷൻ കാണാം. ഇത് വളരെ പ്രധാനമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ കൊടുക്കാം. ഞാനിപ്പോൾ അത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇനി തൊട്ട് താഴെയായിട്ട് റിലേറ്റഡ് വീഡിയോ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരാൾ നമ്മുടെ ഷോർട്ട് വീഡിയോ കാണുന്ന സമയത്ത് ആ ഒരു വീഡിയോയും കൂടെ നമുക്ക് താഴെയായിട്ട് നമ്മുടെ ആ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്താണോ അത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് നമ്മൾ ഒരു വ്യൂവറിന് പെട്ടെന്ന് പോകണം എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റിലേറ്റഡ് വീഡിയോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. കുറച്ച് പേർക്ക് റിലേറ്റഡ് വീഡിയോ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിലെ സെറ്റിംഗ്സിൽ ഫ്യൂച്ചർ ആൻഡ് എലിജിബിലിറ്റിയിൽ 3rd സ്റ്റെപ്പ് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് നമുക്കിവിടെ റിലേറ്റഡ് വീഡിയോ കൊടുക്കാനായിട്ട് കഴിയാത്തത്. അപ്പോൾ അതെങ്ങനെ കൊടുക്കണമെന്ന് അറിയാത്തവർക്ക് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കയറി കണ്ടതിന് ശേഷം നിങ്ങൾ റിലേറ്റഡ് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അതിന് തൊട്ട് താഴെയായിട്ട് പ്ലേലിസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല. ഇനി താഴെയായിട്ട് ആഡ് പെയ്ഡ് പ്രൊമോഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ യെസ് എന്ന് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പ്രൊമോഷൻ അല്ലാത്തത് കൊണ്ട് ഞാനതവിടെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇനി തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കൊളാബറേഷൻസ്, കമൻറ്റ്, റീമിക്സ് ഇങ്ങനെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയും 3 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഓപ്ഷൻ കമൻറ്റ് ഓഫ് ആണ് എന്നുണ്ടെങ്കിൽ ഓൺ ആക്കി കൊടുക്കുക. ഇനി താഴെയായിട്ട് റീമിക്സ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റ് ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അലോ ഓഡിയോ ആൻഡ് വീഡിയോ റീമിക്സിങ്, താഴെയായിട്ട് അലോ ഓൺലി ഓഡിയോ റീമിക്സിങ്. ഇവിടെ നിങ്ങൾ അലോ ഓഡിയോ ആൻഡ് വീഡിയോ റീമിക്സിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മറ്റൊരാൾക്ക് നിങ്ങളുടെ വീഡിയോയും ഓഡിയോയും എടുക്കാനുള്ള പെർമിഷൻ, റീമിക്സ് ചെയ്യാനുള്ള പെർമിഷൻ ആയിട്ടാണ് നിങ്ങൾ അത് കൊടുക്കുന്നത്. അലോ ഓൺലി ഓഡിയോ റീമിക്സിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് മാത്രം, നമ്മുടെ വീഡിയോ അവർക്ക് റീമിക്സ് ചെയ്യാനായിട്ട് കഴിയില്ല, നമ്മുടെ സൗണ്ട് മാത്രം റീമിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ ആയിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അലോ ഓൺലി ഓഡിയോ റീമിക്സിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. കാരണം എൻ്റെ വീഡിയോ മറ്റൊരാളും എടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് AI യൂസ് എന്ന ഓപ്ഷനും തൊട്ട് താഴെയായിട്ട് ടാഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ AI യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യെസ് ആക്കി കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോ കൊടുക്കാം. ഇനി താഴെയായിട്ട് ടാഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താണോ നിങ്ങൾ #കീ ഇട്ട് കൊടുത്തത് അതിവിടെ നിങ്ങൾക്ക് ടാഗ് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ടാഗുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കീവേഡ് #കീ ഇട്ട് കൊടുത്തതുപോലെ ഇവിടെ ടാഗ് കൊടുക്കുന്ന സമയത്ത് #കീയുടെ ആവശ്യമില്ല, കീവേഡ് മാത്രം കൊടുത്താൽ മതിയാവും. അതുപോലെ നിങ്ങൾ ടാഗ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ചാനലിന്റെ പേര് കൂടെ ഇവിടെ ടാഗ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള കീവേഡ്സും അതുപോലെ തന്നെ എൻ്റെ ചാനലിന്റെ പേരും ഞാനിവിടെ ടാഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം താഴെ ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോ ഫുള്ളായിട്ട് യൂട്യൂബിൽ നിന്ന് അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം YT സ്റ്റുഡിയോയിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളത്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യൂട്യൂബിൽ നിന്നും അപ്ലോഡഡ് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അതിൽ ചെയ്യേണ്ട ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിനി ഇവിടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. താഴെയായിട്ട് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ഷോർട്ട് വീഡിയോ അവിടെ കാണാനായിട്ട് കഴിയും. ആ ഷോർട്ട് വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക.
അതിൻ്റെ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് 3 ഡോട്ട് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റു കുറച്ച് ഓപ്ഷൻസ് അവിടെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കി ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തതിന് ശേഷമാണ് യൂട്യൂബിൽ നിന്നും നമ്മൾ അൺലിസ്റ്റഡ് ആക്കി അപ്ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ അൺലിസ്റ്റഡ് ആക്കി അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മുടെ വീഡിയോ ഏത് ക്വാളിറ്റിയിലാണോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതേ ക്വാളിറ്റിയിൽ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ആവുകയും അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിനെ കണ്ടുപിടിക്കാൻ ഒരു ടൈം അൽഗോരിതത്തിന് കിട്ടുകയും ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ ഏത് കണ്ടന്റ് ആണോ ചെയ്യുന്നത് ആ കണ്ടന്റ് കാണുന്ന വ്യൂവേഴ്സിന്റെ ഹോം പേജിലേക്ക് ആ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മുടെ അൽഗോരിതത്തിന് ലഭിക്കുകയും ചെയ്യും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് ആവുന്നതിന് മുന്നേ ആ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കാനും സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ യൂട്യൂബിൽ നിന്നും അൺലിസ്റ്റഡ് ആക്കി അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞതിന് ശേഷം വിസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റ് 4 ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നാമത്തത് പബ്ലിക്, രണ്ടാമത്തത് അൺലിസ്റ്റ്, മൂന്നാമത്തത് പ്രൈവറ്റ്, നാലാമത്തത് ഷെഡ്യൂൾ. ഞാനിവിടെ സാധാരണയായിട്ട് എൻ്റെ ഷോർട്ട് വീഡിയോ ആയിരുന്നാലും ലോങ് വീഡിയോ ആയിരുന്നാലും ടൈം ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയായിട്ട് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണോ നിങ്ങളുടെ വീഡിയോ പബ്ലിക് ആവാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ ടൈം കാണാനായിട്ട് കഴിയും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് ടൈമിലാണോ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ പബ്ലിക് ആവാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. ഇനി താഴെയായിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക, ബാക്ക് വരിക, സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇനി ഏത് ടൈമാണോ നമ്മൾ കൊടുത്തത് ആ ടൈമിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വീഡിയോ പബ്ലിക് ആവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഷോർട്ട് വീഡിയോ ശരിയായിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോയ്ക്ക് വ്യൂസും അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോ വൈറൽ ആവുകയും ചെയ്യുകയുള്ളൂ. എങ്ങനെയാണ് ഷോർട്ട് വീഡിയോ ശരിയായിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ നിങ്ങൾ ചോദിക്കുക. അതുപോലെ മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെ, അതായത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കട്ടായി പോയി, നിങ്ങൾക്ക് അപ്പീൽ വീഡിയോ സബ്മിറ്റ് ചെയ്യണം, റീയൂസ്ഡ് കണ്ടന്റ് വന്നു, ആഡ്സെൻസിൽ എന്തെങ്കിലും എറർ വന്നു, ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കാൻ കഴിയുന്നില്ല, അങ്ങനെ എന്ത് തന്നെ യൂട്യൂബുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം ഉണ്ടെങ്കിലും എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.